Hello everyone, welcome to lecture 8 of Calicut University 5th semester core paper MTS 5 B06 Basic Analysis. നമ്മൾ മൊഡ്യൂൾ 1 ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ സെക്ഷൻ 1.3 ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡെന്യൂമറബിലിറ്റി ഓഫ് ക്യൂ ആയിരുന്നു. ഇന്ന് യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻ ഇൻഫിനിറ്റ് യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് എപ്പോഴും കൗണ്ടബിൾ ആയിരിക്കും എന്നുള്ളൊരു തിയറാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോണത്. സോ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. Theorem 1.3.12 statement ഇതാണ്: if AM is a countable set, if AM is a countable set for each M belongs to n set of all natural numbers, then the union A equal to union M equal to 1 to infinity AM is countable. സോ ഇതാണ് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എം എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടബിൾ സെറ്റ് ഉണ്ട് എന്ന് കരുതുക. ഒരു കൗണ്ടബിൾ സെറ്റ് അല്ല, ഒന്ന് കൂടുതൽ കൗണ്ടബിൾ സെറ്റ്സ് ഉണ്ട്. A1 A2 എക്സെട്ര എന്ന് പറഞ്ഞ് നാച്ചുറൽ നമ്പേഴ്സിലെ ഏതൊരു എം എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു AM കാണാൻ പറ്റും. ആൻഡ് ആ AMs എല്ലാം കൗണ്ടബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൗണ്ടബിൾ സെറ്റ്സിൻ്റെ ഇൻഫിനിറ്റ് യൂണിയൻ M equal to 1 to infinity വരെ പോകുന്നുണ്ട്. ഈ കൗണ്ടബിൾ സെറ്റ്സിൻ്റെ യൂണിയൻ എന്ന് പറയുന്നതും കൗണ്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോണത് കേട്ടോ. സോ ഒരു സെറ്റിൻ്റെ യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിൻ്റെ യൂണിയൻ പറയുക? ഇപ്പം A എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണെന്ന് കരുതുക. B എന്ന് പറയുന്നത് സെറ്റ് ABC ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ B എന്താണ്? A യൂണിയൻ B വിൽ ബി ദ കളക്ഷൻ ഓഫ് ഓൾ ദീസ് അല്ലേ. 1 2 3 ഉണ്ടാവും, ABC ഉണ്ടാവും. സപ്പോസ് B എന്ന് പറഞ്ഞ സെറ്റിൽ കൂട്ടത്തിൽ ഒരു 3യും കൂടി ഉണ്ടെന്ന് കരുതുക. വിൽ ദ 3 ബി റിപ്പീറ്റഡ് ഹിയർ? ഇല്ല അല്ലേ. യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻസിനും ഒരു ഒറ്റ വട്ടം എഴുതിയാൽ മതി, ഒന്ന് കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. സോ 1 2 3 ABC എന്നുള്ളത് തന്നെയായിരിക്കും A യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂണിയൻ എഴുതാൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് M എന്ന് പറയുന്നത് എന്നിലെ വാല്യൂ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതൊരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ ഡെന്യൂമറബിൾ സെറ്റാണ് നമുക്കറിയാം. 1 2 3 എക്സെട്ര എന്നിൽ അവസാനിക്കുന്നില്ല, n+1 എക്സെട്ര എന്ന് പറഞ്ഞ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു സെറ്റാണ് അല്ലേ. അതൊരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഏതൊരു M എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു AMനെ കാണാൻ പറ്റും എന്നുള്ള പോലെയാണ് നമ്മുടെ അസംഷൻ വന്നിരിക്കുന്നത് അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു AM ഉണ്ട്, ആ AM ഒക്കെ കൗണ്ടബിൾ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് വി ഹാവ് സെറ്റ്സ് ലൈക്ക് A1 A2 എക്സെട്ര AM+1 എക്സെട്ര. ഇങ്ങനെ ഒരുപാട് സെറ്റുകളുണ്ട് അല്ലേ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട്. ആ സെറ്റുകളുടെയൊക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിയനും കൗണ്ടബിൾ ആയിരിക്കുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. സോ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് AM കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ. AM കൗണ്ടബിൾ ആണ് ഫോർ ഈച്ച് M ബിലോങ്സ് ടു N. ഏതൊരു M ഞാൻ N എന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു AM ഉണ്ട്, ആ AM കൗണ്ടബിൾ ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ഇനി കൗണ്ടബിലിറ്റിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തിയറം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? ആ തിയറത്തിലെ റിസൾട്ട് എന്തായിരുന്നു? ഒരു ഇക്വലൻസ് കണ്ടീഷനുള്ള റിസൾട്ട് കേട്ടോ. സോ S കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് 3 കേസസ് ആയിരുന്നു. S കൗണ്ടബിൾ ആണെങ്കിൽ Nൽ നിന്ന് Sലേക്കൊരു സർജക്ഷൻ ഉണ്ട് എന്നുള്ളതും Sൽ നിന്ന് Nലേക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
സോ ഇങ്ങനെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ എ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ക്യൂ പ്ലസിൻ്റെ ഒക്കെ കൗണ്ടബിലിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യൂ പ്ലസിൻ്റെ കൗണ്ടബിലിറ്റി, ക്യൂവിൻ്റെ കൗണ്ടബിലിറ്റി ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ. സോ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ യൂണിയൻ കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ്. സോ ഈ റിസൾട്ട്സ് ഒക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ പോണേ. അതേപോലെ എൻ ക്രോസ് എന്നിൻ്റെ കൗണ്ടബിലിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യും കേട്ടോ. സോ ഈ എൻ ക്രോസ് എന്നിൻ്റെ കൗണ്ടബിലിറ്റി യൂസ് ചെയ്തിട്ടായിരുന്നു ക്യൂയുടെ കൗണ്ടബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒപ്പം ഈ റിസൾട്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ രണ്ട് റിസൾട്ട്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ക്യൂയുടെ കൗണ്ടബിലിറ്റി പറഞ്ഞത്. അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോണേ കേട്ടോ. സോ എ എം കൗണ്ടബിൾ ആണ് എന്നുള്ളത് നമുക്കറിയാം. എ എംസ് കൗണ്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഈ തൊട്ട് മുന്നേ പഠിച്ച ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് കൗണ്ടബിൾ ആണെങ്കിൽ എന്നിൽ നിന്ന് എസ്സിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ എ എമ്മും കൗണ്ടബിൾ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദെയർ എക്സിസ്റ്റ് സർജക്ഷൻ ഫ്രം എൻ ടു എ എം എന്ന് പറഞ്ഞൂടെ. എൻ ഓൺ ടു എ എം നമുക്കൊരു സർജക്ഷൻ കാണാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ ഇത് ഓരോ എ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഉണ്ടാവില്ലേ, ഓരോ എ ഐസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഉണ്ടാവില്ലേ. ഈ എ എം എന്ന് പറയുന്നത് A1 A2 എക്സെട്ര എന്ന് പറഞ്ഞ് എല്ലാ സെറ്റുകളും ഉണ്ട് അല്ലേ. AM+1 എക്സെട്ര എന്ന് പറഞ്ഞ് ഇതൊരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓരോന്നും കൗണ്ടബിൾ ആണ്. അപ്പോൾ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് ഇതേപോലെ ഒരു എന്ത് പറയാൻ പറ്റും? സർജക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ A1 കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് A1ലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് പറയാം. A2 കൗണ്ടബിൾ ആയതുകൊണ്ട് എന്നിൽ നിന്ന് A2ലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് പറയാം. സിമിലർലി AM കൗണ്ടബിൾ ആയതുകൊണ്ട് എന്നിൽ നിന്ന് AM ഒരു സർജക്ഷൻ ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ A1ലേക്കുള്ള സർജക്ഷനെ ഞാൻ 5-1 എന്ന് വിളിക്കുകയെന്ന് വിചാരിച്ചോളൂ. A2ലേക്കുള്ള സർജക്ഷനെ ഞാൻ 5-2 എന്ന് വിളിക്കുകയാണ്. സിമിലർലി AM സർജക്ഷനെ ഞാൻ 5M എന്ന് വിളിക്കുകയാണ്. സോ ജനറലി ഈ ഒരു യൂണിയൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ജനറലായിട്ട് ഈ പറഞ്ഞ ഏതൊരു എം എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AM ഞാൻ കൗണ്ടബിൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു സർജക്ഷൻ കാണാൻ പറ്റും 5M സച്ച് ദാറ്റ് N to AM എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സർജക്ഷൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സർജക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ബൈ തിയറം 1.3.10. സോ AM കൗണ്ടബിൾ ആണ്, നമുക്കൊരു സർജക്ഷൻ കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തായിരുന്നു? ഈ പറഞ്ഞ യൂണിയൻ കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. യൂണിയൻ കൗണ്ടബിൾ ആണെന്നുള്ളത് ഇതേ റിസൾട്ട് വെച്ച് പറഞ്ഞൂടെ. അപ്പോൾ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് കാണിക്കാൻ എന്നിൽ നിന്ന് ആ സെറ്റിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സോ നമ്മൾ ക്യൂവിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതേപോലെയാണ് പ്രൂവ് ചെയ്യാൻ പോണത്. സോ എന്നിൽ നിന്ന് എയിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ പുതിയ ഒരാളെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ N ക്രോസ് എന്നിൻ്റെ കൗണ്ടബിലിറ്റി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് N ക്രോസ് N എന്നൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ലേറ്റ് മനസ്സിലാവും. സോ ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാണ്. N ക്രോസ് എന്നിൽ നിന്ന് എയിലേക്ക്. ഓക്കെ, N ക്രോസ് എന്നിൽ നിന്ന് എയിലേക്കാണ് ഞാൻ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോണത്. ഇതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യൂവിൻ്റെ കൗണ്ടബിലിറ്റി പറയുമ്പോൾ ഇതേപോലെ എന്നിൽ നിന്ന് N ക്രോസ് എന്നിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്നും N ക്രോസ് എന്നിൽ നിന്ന് ക്യൂ പ്ലസിലേക്കൊരു സർജക്ഷൻ ഉണ്ടെന്നും കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കോമ്പസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തത്? ക്യൂ പ്ലസ് കൗണ്ടബിൾ ആണ് പ്രൂവ് ചെയ്തത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. N ക്രോസ് എന്നിൽ നിന്ന് എയിലേക്ക് ഞാനൊരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആ ഫംഗ്ഷൻ ഒരു സർജക്ഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇങ്ങനൊരു സർജക്ഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം N ക്രോസ് N കൗണ്ടബിൾ ആണ്. സോ ഒബ്വിയസ്ലി എന്നിൽ നിന്ന് N ക്രോസ് എന്നിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ട്. ഈ രണ്ട് സർജക്ഷൻസിൻ്റെയും കോമ്പസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ കൗണ്ടബിൾ ആണെന്ന് പറയാം. ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഫോളോ ചെയ്യാൻ പോണത്. സോ അതിന് വേണ്ടി ബീറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഞാൻ അസ്യൂം ചെയ്യാണ്. ഫംഗ്ഷൻ N ക്രോസ് എന്നിൽ നിന്ന് എയിലേക്കാണ്. ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ബീറ്റ ഓഫ് M, N ഇസ് ഈക്വൽ ടു 5M ഓഫ് N എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ 5M ഓഫ് N എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സി 5M എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എന്നിൽ നിന്ന് AM-ലേക്കാണ് അല്ലേ. എന്നിൽ നിന്ന് AM-ലേക്കുള്ള ഫംഗ്ഷനാണ്. എന്നിലുള്ള വാല്യൂസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? എന്നിലുള്ള വാല്യൂസൊക്കെ 1, 2, 3 എക്സെട്ര N+1 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസാണ്. AM-ലുള്ള വാല്യൂസ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. AM എന്ന് ഞാൻ റാൻഡമായിട്ട് A എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എടുക്കുകയാണ് കേട്ടോ. ഈ 5M സർജക്ഷൻ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 5M സർജക്ഷൻ ആണ്.
അതായത് ഈ എ എമ്മിൽ നിന്ന് ഞാൻ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് എങ്കിലും എനിക്ക് കാണാൻ പറ്റും എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, നമ്മൾ ബീറ്റ ഡിഫൈൻ ചെയ്യുന്നത് ബീറ്റേനെ നമുക്കൊരു സർജക്ഷൻ ആയിട്ടാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതിനിങ്ങനെ ഡിഫൈൻ ചെയ്തത് കേട്ടോ. സോ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ നിന്ന് ഒരു എൻ എടുത്തു കഴിഞ്ഞാൽ എന്നിനെ ഇങ്ങോട്ട് ഇവിടേക്ക് ആരൊക്കെയാണോ മാപ്പ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് എയിലേക്കാണ് എന്നിനെ മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കരുതിക്കോളൂ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഈ ഫൈ എം ഓഫ് എൻ എവിടെയാണ് വരിക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. സോ എ ആയിരിക്കും എന്ത് വരിക? ഫൈ എം ഓഫ് എൻ വരിക അല്ലേ. അപ്പോൾ എ എമ്മിലുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെ ഫൈ എം ഓഫ് എൻ ആയിട്ട് എഴുതിയത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ബീറ്റ ഓഫ് എം എന്നിനെ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് എവർ ദിസ് എൻ ഈസ്, ആ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈ എമ്മിലെ ഇമേജിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ള ഔട്ട്പുട്ട് വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് ഓൺ ടു ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് ഓൺ ടു ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് എൻ ക്രോസ് എന്നിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷനാണ്. ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് വേണം? സോ സി, ബീറ്റ എന്ന് പറയുന്നത് എൻ ക്രോസ് എന്നിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷനാണ്. ഇത് ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ എയിൽ ഞാൻ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ ക്രോസ് എന്നിൽ എനിക്ക് എന്ത് കാണണം? ഒരു ഓർഡേർഡ് പെയർ കാണാൻ പറ്റണം അല്ലേ. സച്ച് ദാറ്റ് ഈ എക്ക് ഇതൊരു പ്രീ ഇമേജ് ആണ്. ബീറ്റ ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു എ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടണം അല്ലേ. എന്നാലേ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സി, ഇനി നമുക്ക് അറിയുന്ന കാര്യം എ എന്ന് പറയുന്നത്, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്നുള്ള ഒരു എലമെൻ്റ് ആണ് എന്നുള്ള പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് കിട്ടേണ്ടത് ബീറ്റ ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു എ എന്നാണ് കേട്ടോ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം. സോ ദാറ്റ് ബീറ്റ വിൽ ബി എ സർജക്ഷൻ. സോ സപ്പോസ് ദാറ്റ് എ ബിലോങ്സ് ടു എ. വാട്ട് ഡസ് ദിസ് മീൻ? എ എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിയൻ ഓഫ് എം ഇസ് ഈക്വൽ ടു 1 to infinity എ എം ആണല്ലേ. എ എം എന്ന് പറഞ്ഞ സെറ്റുകളുടെ യൂണിയനാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? ഈ യൂണിയൻ്റെ അകത്തുണ്ടാവണം. നമുക്കറിയാം യൂണിയൻ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AM യൂണിയൻ എക്സെട്ര എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അല്ലേ. ഈ ഒരു ഇൻഫിനിറ്റ് യൂണിയൻ ആണ് ഇത് വരുന്നത്. ഈ ഇൻഫിനിറ്റ് യൂണിയൻ്റെ ഉള്ളിൽ എ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എ ഉണ്ടാവണ്ടേ? സോ സപ്പോസ് എ ബിലോങ്സ് ടു സം AM. ഓക്കെ, ഫോർ സം M ബിലോങ്സ് ടു N. അങ്ങനെ ഏതോ ഒരു AI-ൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ എ ഉള്ളതെന്ന് നമുക്ക് പറഞ്ഞൂടെ. കാരണം ഈ യൂണിയൻ്റെ ഭാഗം ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആരുടെയെങ്കിലും ഉള്ളിൽ ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാവണം. സോ ആ ഉള്ളിലുണ്ടാവുന്നത് AM-ൻ്റെ ഉള്ളിലാണുള്ളത്. ഫോർ സം M ബിലോങ്സ് ടു N എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു AM ആണ്. ആൻഡ് AM എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? കൗണ്ടബിൾ സെറ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വാട്ട് വാസ് ദാറ്റ്? AM കൗണ്ടബിൾ ആണെങ്കിൽ ഒരു ഫൈ എം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിൽ നിന്ന് AM-ലേക്ക് അല്ലേ. സോ വി നോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ സർജക്ഷൻ ഫ്രം N to AM. ഇത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു എനെ എടുത്തു കഴിഞ്ഞാൽ ഇത് സർജക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്നിൽ ഒരു എന്നിനെ കാണാൻ പറ്റില്ലേ? സച്ച് ദാറ്റ് ഫൈ എം ഓഫ് N ഇസ് ഈക്വൽ ടു എ ആയിട്ടുള്ള ഒരു പ്രീ ഇമേജ് എനിക്ക് കാണാൻ പറ്റും അല്ലേ. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് മീൻസ് എ ബിലോങ്സ് ടു AM ആണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ N ബിലോങ്സ് ടു ക്യാപിറ്റൽ N സച്ച് ദാറ്റ് എന്ത് വരും? ഫൈ എം ഓഫ് N ഇസ് ഈക്വൽ ടു എ എന്ന് വരും. ആൻഡ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു? ബീറ്റ ഓഫ് MN ഇസ് ഈക്വൽ ടു ഫൈ എം ഓഫ് N എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഫൈ എം ഓഫ് N ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ബീറ്റ ഓഫ് MN എന്ന് പറയുന്നതും ഫൈ എം ഓഫ് N ആയിരുന്നു അല്ലേ. ഫൈ എം ഓഫ് N ആയിരുന്നു. ആ ഫൈ എം ഓഫ് N എ ആണെന്ന് നമുക്കിവിടെ കിട്ടി. സോ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? നമ്മൾ ക്യാപിറ്റൽ എയിൽ നിന്ന് ഒരു റാൻഡം എലമെൻറ്റ് സ്മോൾ ലെറ്റർ എ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്മോൾ ലെറ്റർ എ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് കിട്ടിയ ബീറ്റ ഓഫ് MN ഇസ് ഈക്വൽ ടു എ എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടിയില്ലേ. ദാറ്റ് മീൻസ് ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ. നമുക്ക് ഏതൊരു എ ഒരു സ്മോൾ ലെറ്റർ എ ഞാൻ ഈ സെറ്റ് എ എന്ന് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഓർഡേർഡ് പെയർ MN കാണാൻ പറ്റും. സച്ച് ദാറ്റ് ബീറ്റ ഓഫ് MN ഇസ് ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. വിച്ച് മീൻസ് വാട്ട്? ബീറ്റ ഇസ് എ സർജക്ഷൻ. പറഞ്ഞൂടെ? സോ ബീറ്റ ഒരു സർജക്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി.
ഓക്കെ ആണോ? സോ ഇപ്പം നമുക്ക് കിട്ടിയ കാര്യം എന്തായിരുന്നു? ബീറ്റ ഫ്രം എൻ ക്രോസ് എൻ ടു എ ഇസ് എ സർജക്ഷൻ എന്ന് കിട്ടി. ഇതിനോടൊപ്പം നമുക്കറിയുന്ന കാര്യം എൻ ക്രോസ് എൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ സെറ്റാണ്, അത് ഡെന്യൂമറബിൾ ആണ്. സോ അത് കൗണ്ടബിൾ ആണ്. എൻ ക്രോസ് എൻ കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ദെയർ എക്സിസ്റ്റ് എ സർജക്ഷൻ ഫ്രം എൻ ടു എൻ ക്രോസ് എൻ അല്ലേ? നമ്മുടെ ഈ തിയറം യൂസ് ചെയ്തിട്ട് കേട്ടോ. സോ എസ് കൗണ്ടബിൾ ആണെങ്കിൽ എന്നിൽ നിന്ന് എസ്സിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ട് എന്ന് പറയും പോലെ എൻ ക്രോസ് എൻ കൗണ്ടബിൾ ആയതുകൊണ്ട് എന്നിൽ നിന്ന് എൻ ക്രോസ് എന്നിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ആ സർജക്ഷനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും സർജക്ഷൻസ് ആണല്ലേ. എഫും ഈ പറഞ്ഞ ബീറ്റയും സർജക്ഷൻസ് ആണ്. ഒന്ന് നോക്കിയേ, എന്നിൽ നിന്ന് എൻ ക്രോസ് എന്നിലേക്കുള്ള ഫംഗ്ഷൻ ഒരു സർജക്ഷനാണ് എഫ്, എൻ ക്രോസിൽ നിന്ന് എയിലേക്കുള്ള ഒരു സർജക്ഷനാണ് ബീറ്റ. ഇങ്ങനെ രണ്ട് സർജക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബീറ്റ കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എന്നിൽ നിന്നും എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് ഇതും എപ്പോഴും സർജക്ഷൻ ആയിരിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബീറ്റ കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന എൻ ടു എ ഒരു സർജക്ഷൻ ഉണ്ടെന്ന് കിട്ടിയോ? സോ ബീറ്റ കോമ്പോസിഷൻ എഫ് ഫ്രം എൻ ടു എ ഇസ് എ സർജക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സർജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേ തിയറം യൂസ് ചെയ്തിട്ട് എന്നിൽ നിന്ന് എസ്സിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെങ്കിൽ എസ് കൗണ്ടബിൾ ആണെന്ന് പറയും പോലെ ഇപ്പം എന്നിൽ നിന്ന് എയിലേക്ക് ഒരു സർജക്ഷൻ ഉണ്ടെന്ന് കിട്ടി. സോ ദാറ്റ് ഇംപ്ലൈസ് എ ഇസ് എ കൗണ്ടബിൾ സെറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പ്രൂഫ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. താങ്ക് യു.